പ്പെടുകയാണ്. വളരെ കുറ്റകരമായ കാര്യമാണ്. അങ്ങനെ അനാവശ്യങ്ങളിൽ നിന്ന് പിന്നെ വിരക്തി കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ടുള്ളവരാണ് അള്ളാഹുവിന്റെ വലിയമാരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകൾ ഇത്തരം അനാവശ്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തി ജീവിച്ചു മരിച്ചുപോയ മഹാരഥന്മാർ അവരുടെ കബറിടങ്ങളിൽ വെച്ചുകൊണ്ട് ഇത്തരം അനാവശ്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും തന്നെ ക്ഷന്തവ്യമല്ല. അതിനെതിരെ നാം ശബ്ദിക്കേണ്ടതാകുന്നു. നിങ്ങൾ നോക്കുക, വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. കബറിടങ്ങളിൽ അനാവശ്യമായി വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുപരിയായി അവിടെ ദീപാലങ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയണം, റാത്തീബിന്റെ സദസ്സുകളിൽ നിലവിളക്ക് കത്തിക്കുന്ന സമ്പ്രദായമുണ്ട്. നിലവിളക്ക് ഈ കേരളത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. ആ മസ്അലയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ പറയുന്നത് റാത്തീബിന്റെ സദസ്സിൽ നമ്മുടെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കുന്ന വൈദ്യുത ദീപങ്ങൾ, ആ ദീപങ്ങളെ നോക്കി പരിഹസിച്ചുകൊണ്ട് നിലവിളക്ക് എണ്ണ തിരികൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹറാമല്ലേ, കുറ്റകരമാണ്. അനാവശ്യമായി വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നിലവിളക്കിൽ ഒഴിച്ചിട്ടുള്ള എണ്ണയ്ക്ക് ബറക്കത്ത് കൂടാനാണെങ്കിൽ അതിന്റെ ഒരറ്റത്ത് തിരി കത്തിച്ചെങ്കിലേ ബറക്കത്ത് ഇറങ്ങൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എവിടെയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യങ്ങളെ എതിർക്കേണ്ടത് ദീനീ പ്രവർത്തകരുടെ ബാധ്യതയാകുന്നു. അതുപോലെ തന്നെ സർവ്വസാധാരണമായി നമ്മുടെ ഇടയിലുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രം വേണ്ടി പറയുകയാണ്. മറ്റൊരു അന്ധവിശ്വാസമുണ്ട്. രാവിലെ സദക്ക ചെയ്യാൻ പാടില്ല, രാവിലെ കടം കൊടുക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ സദക്ക ചെയ്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൂടുതൽ സന്തുഷ്ടി പ്രകടിപ്പിക്കാനുണ്ടായത്. രാവിലെ കടം കൊടുക്കുന്നതിന് വിരോധമില്ല, രാവിലെ സദക്ക ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ രാവിലെ വല്ലതും സൗജന്യമായി കൊടുക്കുകയോ രാവിലെ കച്ചവടക്കാരന് കടം കൊടുക്കുകയോ ചെയ്താൽ ബർക്കത്ത് കുറഞ്ഞു പോകുമെന്നുള്ള ഒരു അന്ധവിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. എന്തിനേറെ പറയണം, ഒരു വഴിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, യാത്ര തിരിക്കുമ്പോൾ മൂന്നാള് ഒന്നിച്ച് പോകാൻ പാടില്ല. സാധാരണഗതിയിൽ അസഭ്യമായ, സഭ്യതരമായ, ശ്ലീലമല്ലാത്തൊരു വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി ഞാൻ പറയുക തന്നെയാണ്. മൂന്നാള് പോയാൽ മൂഞ്ചി മടങ്ങേണ്ടി വരും എന്ന ഒരു പഴമൊഴിയാണ് വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ളത്. ഇത് അന്ധവിശ്വാസത്തിൽ നിന്ന് ജന്യമാകുന്നു. മൂന്നാള് പോയാൽ എന്ത് സംഭവിക്കും? മഹാനായ നബി തങ്ങൾ പറഞ്ഞു, വറാക്കിബു ശൈത്താനും വറാക്കിബാനി ശൈത്താനാനി വസ്സലാസത്തു റക്ബുൻ. ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ അവൻ പിശാചിന്റെ കൂട്ടാളിയാണ്. രണ്ടുപേർ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവർ രണ്ടുപേരും പിശാചിന്റെ കൂട്ടാളികളാണ്. മൂന്ന് പേർ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവർ യാത്രാ സംഘമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ ഏകാന്തത ഉണ്ടാകും, അതിൽ നിന്ന് പല വിഷമങ്ങളും ഉണ്ടായേക്കാം. രണ്ടുപേരാകുമ്പോൾ ഒരാൾക്ക് രോഗം ബാധിക്കുകയോ പെട്ടെന്ന് മരണം സംഭവിക്കുകയോ അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ മറ്റേ ആൾ അതുമായി വിഷമിച്ചു പോകുന്നതാണ്. മൂന്നാളുണ്ടായാൽ പൂർണ്ണമായൊരു യാത്രാസംഘമായി, യാത്രാസംഘത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 3 പേരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മൂന്നാളൊരു വഴിക്ക് യാത്ര പോകാൻ പാടില്ല എന്ന് നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസം നിലനിൽക്കുകയാണ്. മാത്രമല്ല, യാത്രക്ക് ദിവസ നിർണയം നടത്തുന്നത് നാം കണക്ക് നോക്കുന്ന ആളുകളുടെ അടുത്ത് എന്നുകൊണ്ടാണ്. യാത്രയ്ക്ക് പുണ്യകരമായ ദിവസങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഴാഴ്ച ദിവസം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. വകാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസി. ഒരാൾ ഗൾഫിലേക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ, കച്ചവടത്തിന് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അയാൾ ചെല്ലുന്നത് കണക്ക് നോക്കുന്ന ആളുടെ അടുത്താണ്. അയാളുടെ പറമ്പിന്റെ പേര് ചോദിക്കുന്നു, സ്വന്തം പേര് ചോദിക്കുന്നു, കണക്ക് കൂട്ടുകയായി. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്നാണ് യാത്ര പോകുന്നത്? വ്യാഴാഴ്ച പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. പറ്റില്ല, വ്യാഴാഴ്ച നിങ്ങൾ പോകേണ്ട അപകടമാണ് എന്ന് അയാൾ പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം മാറ്റിവെച്ചുകൊണ്ട് മറ്റു ദിവസം സ്വീകരിക്കുകയാണ്. മഹാനായ നബി തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമായി ഇത്യാദി അന്ധവിശ്വാസങ്ങൾക്ക് അനുസൃതമായാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ശരിയല്ല. അതുപോലെ തന്നെ സമയനിർണയത്തിന് വേണ്ടി ചില ആളുകൾ സമീപിക്കാറുണ്ട്. അത് വാസ്തവത്തിൽ സമയം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ സ്വഹാബത്ത് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ പുണ്യകരമായ യാത്രയ്ക്ക്, യുദ്ധയാത്രയ്ക്ക്, കച്ചവട യാത്രയ്ക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ രാവിലെ സമയത്തായിരുന്നു ഇറങ്ങിത്തിരിക്കാറുണ്ടായിരുന്നത്. രാവിലെ നിശ്ചയിച്ചിട്ടുള്ള സമയം മാറ്റി വൈകുന്നേരമാക്കിയ സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. പല ആളുകളും എന്താണ് കാരണം? അവര് പണ്ഡിതോപദേശമല്ല തേടുന്നത്. ഇത്യാദി കാര്യങ്ങളിൽ, മതകാര്യങ്ങളിൽ പണ്ഡിതോപദേശം തേടുന്നതിന് പകരമായി കണക്ക് നോക്കുന്ന ആളുകളെ സമീപിക്കും.